അത്ഭുതപ്പെട്ടു പോകുന്നു, ഞെട്ടിപ്പോകുന്നു. തിരുവല്ല എന്ന മനോഹരമായ സ്ഥലത്ത് തിരുവല്ലയെക്കുറിച്ചൊക്കെ നമ്മുടെ മനസ്സിലുള്ള ഒരു ഭംഗിയും അതിൻ്റെ ഒരു നിഷ്കളങ്കതയും അതിൻ്റെ ഒരു സ്വാഭാവികതയും നമ്മുടെ സമീപത്താണെന്ന ബോധവും ഒക്കെ ചേർന്ന് നിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു സഹോദരിയെ സ്പായിൽ ചെന്ന് കൊട്ടേഷനോ മറ്റോ എടുത്ത് കൂട്ടബലാത്സംഗം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സർക്കാരെ, പ്രിയപ്പെട്ട ആഭ്യന്തര വകുപ്പിലെ ഉദ്യോഗസ്ഥരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, ദയവായി മറ്റെല്ലാ സംഗതികൾക്കും എല്ലാ പ്രേരണകൾക്കും എല്ലാത്തിനും അതീതമായി ആരൊക്കെ സംരക്ഷിക്കാലും സംരക്ഷണത്തിന് കൂട്ടുനിൽക്കാതെ നിങ്ങൾ ആ പ്രവൃത്തി ചെയ്തവനെയൊക്കെ ഉന്മൂലനം ചെയ്യാൻ, ഇനി ഒരിക്കലും ആവർത്തിക്കാത്തവണ്ണം അവസാനിപ്പിക്കാൻ നടപടിയെടുക്കുമെന്ന് വിശ്വസിക്കുന്നു, ആഗ്രഹിക്കുന്നു, അഭ്യർത്ഥിക്കുന്നു. അല്ലെങ്കിൽ താണു വീണ് കാല് പിടിച്ചു പറയുന്നു. വേറൊന്നും കൊണ്ടല്ല, പണ്ട് നമ്മൾ ഇതുപോലുള്ള വാർത്തകൾ കേട്ടിട്ടുള്ളത് അങ്ങ് ബീഹാറിലും ഡൽഹിയിലുമൊക്കെയാണ്. കൂട്ടബലാത്സംഗം, പരസ്യബലാത്സംഗം എന്നൊക്കെ പറയുന്നത്. ഇതൊരു സ്പായിലേക്ക് കടന്നു ചെന്ന് അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുണ്ട്. ആ സ്പായിലേക്ക് കടന്നു ചെന്ന് കയറി പിടിച്ച് ഇഷ്ടമുള്ളതുപോലെ അങ്ങ് ചെയ്താൽ ഈ സമൂഹത്തിലെ ഏത് സ്ത്രീക്കാണ്, ഏതമ്മയ്ക്കാണ്, ഏത് മകൾക്കാണ്, ഏത് ഭാര്യയ്ക്കാണ് വീട്ടിലോ തൊഴിലിടങ്ങളിലോ എവിടെയെങ്കിലും നിൽക്കാൻ കഴിയുക? നമ്മൾ പണ്ടൊക്കെ ഗുണ്ടകൾ തമ്മിൽ ഏറ്റുമുട്ടി എന്ന് പറയാറുണ്ട്. ഗുണ്ടകൾ ഏറ്റുമുട്ടുമ്പോൾ രണ്ടുപേരും അത്തരത്തിലുള്ളവരാണല്ലോ, കൊടുത്തു വാങ്ങിച്ചു എന്ന നിലയിലാണ് കാണുന്നത്. അതിൻ്റെ രണ്ടാം ഘട്ടം കൊട്ടേഷൻ പ്രകാരം കൊല്ലുന്നതും കാണാനിടയായി. അതിനെ നമ്മൾ രാഷ്ട്രീയ വൈരാഗ്യമെന്നോ അല്ലെങ്കിൽ മുൻ പകയെന്നോ അല്ലെങ്കിൽ ഏറ്റുമുട്ടലുകളുടെയൊക്കെ കഥ പറയുമ്പോൾ, ഇത് ഒരു ടൗണിൽ അല്ലെങ്കിൽ ഒരു ഗ്രാമത്തിൽ ഒരു സ്ഥാപനം നടത്തുന്നിടത്തേക്ക് കടന്നു ചെന്ന് ഇതുപോലെ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ആ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്ന എത്രയോ സ്ത്രീകൾ, എത്രയോ അമ്മമാർ, എത്രയോ മക്കൾ ഈ വാർത്തയ്ക്ക് ശേഷം ഓരോ കാലടികളെയും ഓരോ ശബ്ദത്തെയും ഭയപ്പെടുന്നുണ്ടാവും എന്നുള്ളത് അറിയൂ. അതൊന്നും അറിയേണ്ടതല്ലേ? ഏതായാലും അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥത്തിലുള്ള ഒരു അതിജീവത ആരാണ് എന്നതിനൊരു ഡെഫിനിഷൻ കൂടി വർത്തമാന കാലഘട്ടത്തിൽ ബോധ്യപ്പെടുന്നുണ്ട്. അവസരമോ അധിക സുഖമോ അധികാരമോഹമോ അല്ലെങ്കിൽ അങ്ങനെ ബന്ധപ്പെടുന്നവരുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഭാവിയിലെ ലാഭമോ ഒക്കെ പ്രതീക്ഷിച്ച് ഭർത്താവുള്ളപ്പോഴോ ബന്ധമൊഴിയുന്നതിന് മുമ്പോ വിവാഹം കഴിച്ചതിന് ശേഷമോ ഒക്കെ പിന്നീട് ഭർത്താവുമായി കഴിയുമ്പോഴും വിവാഹ വാഗ്ദാനം നൽകിയെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന കാര്യം നടന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ടാർഗറ്റ് ചെയ്യപ്പെടുന്നവരുടെ മൈക്കോ ആയുധമോ ആയി അല്ലെങ്കിൽ കൊട്ടേഷനുകളായി പരാതി നൽകുന്നവരുടെ കാലത്ത് ഇതനുഭവിച്ച സ്ത്രീയാണ് യഥാർത്ഥത്തിൽ അതിജീവത. അതാണ് അതിജീവനം. ജീവിക്കാനുള്ള ആഗ്രഹത്തിൻ്റെ പേരിൽ ഒരു തൊഴിൽ സ്ഥാപനവുമായി ഇരിക്കുമ്പോൾ അവിടേക്ക് കടന്നു വന്ന് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവനെ വധശിക്ഷയ്ക്കല്ലാതെ വേറെന്ത് ശിക്ഷയാണ് കൊടുക്കേണ്ടത്? ഇനി അവനൊക്കെ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടുണ്ടോ? അതിനാവശ്യമായ കർശനമായ നടപടികളല്ലേ ഉണ്ടാകേണ്ടത്? പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തുന്നൊരു കാര്യം, ജാതിയോ മതമോ സെലിബ്രിറ്റിയോ രാഷ്ട്രീയക്കാരനോ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച് മനസ്സിൽ കരുതി വച്ചിരിക്കുന്നവനോ ആണെങ്കിൽ വളരെ ബഹളവും ഒച്ചപ്പാടും ഉണ്ടാക്കുന്ന മനുഷ്യരൊക്കെയും ഇതിനോടൊരു നിസ്സംഗതയും നിശബ്ദതയുമാണ് കാണിക്കുന്നത്. എന്താണെന്നറിയില്ല. കുറഞ്ഞപക്ഷം അങ്ങനെ കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്നെങ്കിലും അതിനെന്തെങ്കിലും ഞങ്ങളറിയാത്ത കാരണങ്ങളുണ്ടെങ്കിൽ അതെങ്കിലും ഈ സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ വായി തുറക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. അതിജീവതയ്ക്കൊപ്പമുള്ള ടാഗ് ഇതുപോലെയുള്ള സഹോദരിമാർക്കൊപ്പമാണ് ഇടേണ്ടതെന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു.